ഷൈനിബിന്ദുസ് വേൾഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇന്ന് ഹൈബിസ്കസ് ജെൽ ഉണ്ടാക്കാൻ നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പ്രിപ്പറേഷനിൽ എത്ര മാസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈബിസ്കസ് ജെല്ലിനെ പറ്റി പ്രത്യേകിച്ച് പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈബിസ്കസ് ജെല്ലായാലും ഹൈബിസ്കസ് ടോണർ ആയാലും ഇപ്പോൾ ഹൈബിസ്കസ് ക്രീമൊക്കെ വരുന്നുണ്ട്. ഹൈബിസ്കസ് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും ഒന്നും വരാതെയും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊന്നും വരാതെ തടുത്ത് നമ്മുടെ സ്കിന്നിന് ഒരു ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹൈബിസ്കസ്. ഇത് നമ്മുടെ സ്കിന്നിനെ യങ് ആയിട്ട് വെച്ചിരിക്കാനും സോഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ തന്നെ സ്കിൻ ടോൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഹൈബിസ്കസ് ജെൽ. അപ്പോൾ ആ ജെല്ല് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നേരെ വീഡിയോ ഇട്ട് പോകും. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് ഭാവിയിൽ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് 50 ഗ്രാം ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 50 ml DM വാട്ടർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ DM വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 50 ഗ്രാം DM വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈബിസ്കസ് ഇട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ ചെമ്പരത്തി പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ എസൻസ് ഒന്ന് ഇതിൽ ഇറങ്ങി വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ആ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കാം. അതിൻ്റെ ചൂട് കുറയുന്നതിന് മുമ്പ് അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങണം. അപ്പോൾ ചൂട് കുറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ കൂടെ ചൂടാക്കി കൊടുക്കാം. ചെമ്പരത്തി പൂവിൻ്റെ എസൻസ് ഒക്കെ പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളും. അപ്പോൾ പ്രശ്നമില്ല. ഇനി ഒന്നുകൂടെ ഞാനൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. മൊത്തം എസൻസ് ഇറങ്ങാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒന്നുകൂടെ ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം എസൻസും അതിലേക്കൊന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ഓഫാക്കുകയാണ്. ഇനി മൊത്തം എസൻസും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ പൂക്കളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ വാട്ടറിനെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ വാട്ടർ വന്ന് ഒരു റെഡ് കളർ ആയിട്ടുണ്ട്. കുറച്ചൊരു റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ റെഡ് കളർ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും എടുത്ത് മാറ്റിയ ചണ്ടി ഒരിക്കൽ എടുത്ത് മാറ്റിയായി വീണ്ടും ഒരു 6 പൂക്കൾ കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. ഇത്രയും വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാട്ടറൊക്കെ നന്നായിട്ട് തണുത്തുന്ന കളർ കണ്ടോ, നല്ലൊരു റെഡിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മെഷർ ചെയ്യാം. കാരണം നമ്മൾ 50 ഗ്രാം ജെല്ലാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 50 ഗ്രാം വാട്ടർ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ചൂടാക്കിയപ്പോൾ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് മെഷർ ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കൊരു 40 ഗ്രാമേ ഉള്ളൂ. ഇനി ഒരു 10 ഗ്രാം കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് 50 ഗ്രാം വേണം. അപ്പോൾ ചൂടാക്കുമ്പോൾ പറ്റിപ്പോവും. അപ്പോൾ ഞാൻ 50 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കാർബോമറാണ്. കാർബോമർ ഒരു തിക്കനിങ് ഏജൻറ്റാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് നമ്മളൊരു 50 ഗ്രാം ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 0.50 ഒക്കെ മതിയാവും. 0.50 to 60 ഗ്രാം ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്നും മിക്സ് ആവില്ല. എൻ്റെ കുറച്ച് കട്ട പിടിച്ചിരുന്ന കാർബോമർ, അത് കാരണമാണ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സായി വരാൻ ഒരു 2 മണിക്കൂറെങ്കിലും ആവും. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ഇതിനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 മണിക്കൂറൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ കവറിലാണ് കാർബോമർ ഇരിക്കണമെങ്കിൽ അപ്പോഴേ എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ തട്ടി വെച്ചാൽ ഇങ്ങനെ കട്ട പിടിക്കില്ല. ഞാൻ അങ്ങനെ ആ കവറിൽ വെച്ചിരുന്നതാണ്. എനിക്ക് കുറച്ചെല്ലാം കട്ട പിടിച്ചു പോയി, കട്ടയായിപ്പോയി. ഇനി അത് കാരണം കുറച്ച് മിക്സ് ചെയ്യാൻ ഒത്തിരി പാടാണ്. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമ്മുടെ 2 hours ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാർബോമറൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് മിക്സായി കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ട്രൈ എത്തനോലമാണ് ടീ.
അപ്പോൾ അത് നമ്മൾ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പായിട്ടാണ് ഒഴിക്കേണ്ടത്. എടുത്തോടെ അങ്ങനെ ഒഴിക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി 1 തുള്ളി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈബിസ്കസ് ജെല്ലിവിടെ റെഡിയാണ്. ഇനി നമുക്കിനി വേണ്ടത് പ്രിസർവേറ്റീവ്. നമ്മുടെ ഫിനോക്സി എത്തനോളാണ് ഒഴിക്കേണ്ടത്. ഇതിൻ്റെ ഷെൽഫ് ലൈഫിന് വേണ്ടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിനോക്സി എത്തനോൾ പ്രിസർവേറ്റീവ് നമ്മൾ 50 ഗ്രാം ജെല്ലാണല്ലോ ചെയ്തത്. അപ്പോൾ ഒരു 3 തുള്ളിയൊക്കെ മതിയാവും. അപ്പോൾ ഞാനിവിടെ 3 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഹൈബിസ്കസ് ജെല്ല് ഇവിടെ റെഡിയാണ്. നമുക്കിതിനെ ഒന്ന് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ജെല്ലിവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഹൈബിസ്കസ് ജെല്ല് ഇവിടെ റെഡിയാണ്. നല്ല രസമാണ് അല്ലേ കാണാൻ. ഒരു എന്താ തിന്നേണ്ട ഏതോ ഒരു സ്വീറ്റ് പോലെ. നമ്മുടെ ജാം അതുപോലെ ഉണ്ട്. അതുപോലെ ഒരു കാരണവശാലും തിന്ന് കളയരുത്. ഇതൊള്ളി എൻ്റെ എക്സ്റ്റേണൽ മാത്രമാണ്, ഇൻറ്റേണൽ അല്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ ഇവിടെ കയ്യിൽ അപ്ലൈ കാണിച്ചുതരാം. ഇങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ടോണർ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചുവന്ന നിറമൊന്നും കാണില്ല, നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ബ്ലെൻഡായി പോവും. അപ്പോൾ എല്ലാവരും ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കും. കാരണം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നമ്മുടെ ഹൈബിസ്കസ് കൊണ്ട് നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറ്റാൻ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ please subscribe. Thanks for watching. Bye.